കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പച്ചപ്പ് നിറഞ്ഞ പുല്ലുകൾ വകഞ്ഞു മാറ്റി കാടിനുള്ളിലേക്ക് ഒരു കിഴങ്ങ് തേടിയുള്ള യാത്ര. ഒരുപാട് വള്ളികൾ കാടിനകത്ത് കാണുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുന്ന കിഴങ്ങിൻ്റെ വള്ളി കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് അയ്യപ്പൻ്റെ ഒരു ചെറിയ ഗോപുരമുണ്ട്. ജ്യോതിഗിരി അയ്യപ്പ വചന മഠം എന്നാണ് ഇതറിയപ്പെടുന്നത്. നമ്മൾ അന്വേഷിച്ച സാധനം കണ്ടെത്തി. ഇനി അത് മണ്ണ് മാറ്റി പുറത്തെടുക്കണം. ഞാൻ നേരത്തെ ഒരു ഭജന മഠത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. ഇവിടെ മകരജ്യോതി തെളിയുന്ന ദിവസം വിളക്ക് കത്തിക്കുകയും ഭജനയുമുണ്ട്. ഈ കിഴങ്ങിൻ്റെ പുറത്ത് മുഴുവൻ നാരുകളാണ്. ഇതിൻ്റെ വള്ളി ചെറിയ മുള്ളോട് കൂടിയ വള്ളിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് 3 ഇതളുകളുണ്ടാവും. ഇതാണ് ഈ കിഴങ്ങ്. വള്ളി ഞാൻ പരിചയപ്പെടുത്തി തരാം. വള്ളിയും ഇലയും 3 ഇലകളോട് കൂടിയ ഇലയും വള്ളിയിൽ ചെറിയ മുള്ള്. പിന്നെ വലിയ കിഴങ്ങുകളാണെങ്കിൽ ഇതിൻ്റെ വള്ളിയിൽ ചെറിയ കാവുള്ള ചില കായകൾ കാണും. ഇത് കാട്ടുപാവയ്ക്കയുടെ വള്ളിയാണ്. ഇത് വൈച്ചത്തമ്പി, അതായത് കാരപ്പ് എന്ന് ഞങ്ങൾ പറയും. ഇത് കറി വെച്ച് കഴിക്കാറുണ്ട്. ഇതിന് കഴുകി വൃത്തിയാക്കണം. അതിനു മുമ്പ് നമുക്ക് ഇത് ഭയങ്കര ചൊറിച്ചിലാണ്. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ തേക്കണം. നന്നായി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഇതിൻ്റെ പുറത്തുള്ള രോമം പോലെയുള്ള അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ ഇത് തിളപ്പിക്കണം. ഏകദേശം നന്നായി വെന്ത് കഴിഞ്ഞ് അല്പം ഉപ്പും മഞ്ഞളും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കാം. പിന്നെ പ്രത്യേക കാര്യം,
ഇത് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നാവിന് ചെറിയ ചൊറിച്ചിലുണ്ടാവും. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ നീര് മാത്രം നമ്മൾ ഇറക്കുക. ഇതിലൊരു നാരുണ്ടാകും, അത് നമ്മൾ കളയണം. ഈ കിഴങ്ങിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ കിഴങ്ങ് പഴമക്കാരുടെ ഇഷ്ടഭക്ഷണം എന്ന് തന്നെ പറയാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക. ബൈ ബൈ.